ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എമ്മി ഷോ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് ആണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് ഒരു സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയോടൊപ്പം തന്നെ ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. കരിഞ്ഞു പോകാത്ത രീതിയിൽ നല്ലോണം ഒന്ന് വരട്ടിയെടുക്കുക. ഓക്കെ, സവാളയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്ന ഒരു പിഞ്ചോളം സാൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റോടൊപ്പം തന്നെ ആവശ്യത്തിന് പെപ്പർ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെപ്പർ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്, പെപ്പറും ചേർത്തും. പിന്നെ അതിൻ്റെ കൂടെ ഗരം മസാലയും കൂടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ആവുന്ന രീതിയിൽ സ്പൂൺ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, എന്നാലും അടി പിടിക്കാത്ത രീതിയിൽ ഇതൊക്കെ ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് ചിക്കൻ കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ച് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തത് ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിലോട്ട് ഇനി 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായിട്ട് ഉടച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഓക്കെ, എല്ലാം ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ടെക്സ്ചർ. അപ്പോൾ ഇതെല്ലാം എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ബൗൾ രൂപത്തിലാക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഓരോന്നും ഈ ഒരു ഷേപ്പിലോട്ടാക്കി മാറ്റുക. ഓക്കെ, അപ്പം ഞാൻ ഇതെല്ലാം ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച കട്ട്ലറ്റ് എന്ത് ചെയ്യണം, ഒരു എഗ്ഗ് ബ്ലെൻഡ് ചെയ്തിലോട്ടിട്ട് എഗ്ഗ് എല്ലാ രീതിയിലും പറ്റുന്നതുപോലെ ബ്ലെൻഡ് ആക്കിയിട്ട് ഇത് എന്ത് ചെയ്യണം, പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസിലോട്ടിട്ട് ആ ബ്രെഡ് ക്രംസും എല്ലായിടത്തും പറ്റുന്നത് പോലെ ഇത് ഓരോന്നും എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ ഷേപ്പ് ചെയ്ത് എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഓരോന്നും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, ഇനി അടുത്ത പാൻ അടുപ്പത്ത് വെച്ച് പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ കട്ട്ലറ്റിൻ്റെ പീസും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുക. ഓരോന്നായിട്ടാണ് ഇടുന്നത്. എന്ത് ചെയ്യണം, എല്ലാം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഓരോന്നായിട്ടിട്ട് എന്ത് ചെയ്യണം, കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കും. ഓക്കെ, എല്ലാ കട്ട്ലറ്റിൻ്റെ പീസ് നമ്മളിട്ട് നന്നായിട്ട് അത് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഷെയ്ഡ് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, അപ്പോൾ നന്നായിട്ട് ഒരു ബ്രൗൺ ടെക്സ്ചറിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എല്ലാ കട്ട്ലറ്റും നല്ല ഷെയ്ഡായിലോട്ട് ബ്രൗൺ കളർ ടെക്സ്ചറിലോട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് സമയം. അപ്പോൾ ഇത് സെർവ് ചെയ്ത് മാറ്റി ഒരു ബൗളിലോട്ട് കോരുക. ബൗളിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. കട്ട്ലറ്റ് അടിപൊളി ടേസ്റ്റിയും സിമ്പിൾ റെസിപ്പിയാണ്. അതുപോലെ വൈകിട്ട് ചായയുടെയൊക്കെ നല്ല രീതിയിൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.